എന്താ ഇത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു വർക്കിന് പോണതാണ് കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിൽ വെച്ച് തന്നെയായിരുന്നു വർക്ക്. അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിധിയെ കൊണ്ടുപോയില്ല കേട്ടോ, കാരണം നിധി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ വെറുതെ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നിധിയെ വീട്ടിലാക്കിയിട്ട് പോയി. അപ്പോൾ 6:30-ആയിരുന്നു കേട്ടോ വർക്ക്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമറും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് എൻ്റെ ഈ ഹെയർ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ വർക്കിൽ മൊത്തം എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാരി ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചിന്മയ വിദ്യാലയ സ്കൂളുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. സാരി ഡ്രാപ്പിങ്ങും ജസ്റ്റ് ഒരു ലൈറ്റ് മേക്കപ്പും പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് നമ്മുടെ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു കുഞ്ഞിൻ്റെ കൺസേൺ. അപ്പോൾ രാവിലെ ആൾ വന്നപ്പോൾ തന്നെ ഹെയർ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഹെയറിൽ ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അപ്ലൈ ചെയ്തതൊന്നുമല്ല, നല്ല ഓയിലി ഹെയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ആദ്യം തന്നെ അതിനൊന്ന് വാഷ് ചെയ്തു, നല്ല രീതിയിൽ ഷാമ്പു വാഷ് ചെയ്തിട്ട് ഹെയർ സെറ്റിങ്ങും കാര്യങ്ങളും, അതായത് ഹെയർ ബ്ലോ ഡ്രൈ ഒക്കെ ചേട്ടനാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യണേ ഏതെങ്കിലും പാർലറിൽ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ഹെയറിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഹെയർ ഷാമ്പു വാഷ് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഒരു ഓയിൽ പ്രൊഡ്യൂസ് ആവും, അത് നമ്മളെ ഹെയറിൽ കാണും. നമ്മളെ ഫേസൊക്കെ ഓയിലി ഉള്ള പോലെ ഹെയറിനുമുണ്ട് ഓയിലി ഡ്രൈ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഷാമ്പു വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ടൈം നമുക്ക് കുറവായിരുന്നു. പിന്നെ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ രണ്ടാമതൊരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ കേട്ടോ സാരി ഡ്രാപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു വർക്ക് ചെയ്യണം. ഇതിപ്പോൾ കുഞ്ഞിന് ലൈറ്റായിട്ട് ഒരു മേക്കപ്പും ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ഹെയർ സ്റ്റൈലും പിന്നെ ആദ്യം നമ്മളൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അത് ഫുൾ ലുക്ക് വന്നപ്പോഴത്തേക്കും ആ ലിപ്സ്റ്റിക്ക് വേണ്ട, കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് തോന്നിയിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് സെക്കൻഡ് വന്ന സാരി ഡ്രാപ്പിംഗ്, വൺ പ്ലേറ്റഡ് ആയിട്ട് സാരി ജസ്റ്റ് ഡ്രാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സാരി ഡ്രാപ്പിംഗ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യണം, ഒരു ലൈറ്റ് മേക്കപ്പ്, ഒരു സാരി ഡ്രാപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി ഞാനൊന്ന് പ്രീപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ പോയ സമയത്ത് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആയുർവേദ കോളേജിൽ ആയുർവേദ ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ഒന്ന് സെറ്റ് മുടി ഡ്രാപ്പ് ചെയ്യണം, പെട്ടെന്നൊന്ന് പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ആ സാരി ഒന്ന് സൈഡാക്കിയിട്ട് ആദ്യം ആ ചേച്ചിക്ക് പോയി സെറ്റ് മുണ്ടും ഡ്രാപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മറ്റാളുടെ സാരി പ്രിപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് സാരിയും ഡ്രാപ്പ് ചെയ്തു. കുഞ്ഞായിട്ടൊരു മേക്കപ്പ് കേട്ടോ, ഒരു ലൈറ്റ് മേക്കപ്പ്, ലിപ്സ്റ്റിക് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇതായിരുന്നു ആളുടെ ഫൈനൽ ലുക്ക്, അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഒരു ഹെയർ ഒന്ന് ചേട്ടൻ സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വർക്ക്. ഇത് ഞങ്ങൾ ഓൾറെഡി എടുത്ത വർക്കും സ്പോട്ടിൽ വന്ന വർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്കൊക്കെ ഏകദേശം ചെയ്തപ്പോൾ തന്നെ 10:30 കഴിഞ്ഞു. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങളുടെ 2 ലേഡീസ് സ്റ്റാഫ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വേറെ വർക്ക് വന്നാലോ എന്ന് കരുതി ഞാനൊരു 11 വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ വന്നതിന് ശേഷം ഞാനൊരു 11:30 ആയപ്പോഴാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. വീട് എത്തിയിട്ട് എനിക്ക് ബാക്കി വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്ക് നിധി ഭയങ്കര പിണക്കമായിരുന്നു, എന്നെ കണ്ടപ്പോൾ ആൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ടാറ്റ.